ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശനിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഓർഡറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശനിയും ഞായറും ഞങ്ങൾക്ക് ലീവാണ്. കുറേ ദിവസമായി അടുപ്പിച്ച് പണിയൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ശനിയും ഞായറും ലീവാക്കി. ഓർഡർ കൊടുക്കാനുണ്ടായിന്, അത് തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചോണ്ട് ആ പണിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൊയലപ്പവും പിരിയാടിയും പിന്നെന്തിനാണ് അവിടെ സെറ്റാക്കി വെച്ചതെന്ന്. ഇതൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്താൽ മാത്രം പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മാപ്പിളിൻ്റെ ഉമ്മാക്കൊക്കെ കൊണ്ടു കൊടുക്കണ്ടേ. അപ്പോൾ അനിയത്തിൻ്റെ മാപ്പിളിൻ്റെ ഉമ്മ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓളവിടെ റെഡിയാക്കി വെച്ചതാണ്. ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണത്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതാ ഞാൻ നല്ല വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ജസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തോന്നേ ഇല്ലു. പൂരിയും ബാജിക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച ഒരു വെറൈറ്റിക്ക് ബാജിക്കറി എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ വിചാരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ടാണ് ഈ കുറുമ ഉണ്ടാക്കിയെടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് പൂരിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് പച്ചക്കായ ഉണ്ടായിന്. കുറേ ദിവസമായി കൊല കൊത്തി വെച്ചിട്ട് പഴുക്കുന്നേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ചിപ്സ് ഉണ്ടാക്കാന്ന്. അങ്ങനെ ഇതാ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കളയുന്നുണ്ട്. പിരിയടിയും കൊയലപ്പൊക്കെ ചുട്ടിട്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചിപ്സും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ പണി തീരും. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിന്. പിന്നെ ഉണ്ടാക്കുന്ന ഓരോ ഐറ്റംസിൻ്റെയും പിന്നെ റേറ്റ് കൂടി പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. കടയിലേക്ക് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ആ റേറ്റ് ഒന്ന് ഉപകാരമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന അതേ റേറ്റിന് നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടൂല. അതുകൊണ്ട് ആ റേറ്റ് പറഞ്ഞിട്ടും കാര്യമില്ല, പറയുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ചിക്കൻ റോള്, കട്ട്ലറ്റ്, സമൂസ, ബ്രെഡ് സമൂസ, പിന്നെ കായട അങ്ങനത്തെ ഒക്കെ ഐറ്റംസിന് വാങ്ങുന്നത് 13 രൂപയാണ്. പിന്നെ ഹാഫ് മൂണ്, പിന്നെ കോണ് ഇതിനൊക്കെ വാങ്ങുന്നത് 16 രൂപയാണ്. ഒക്കെ റേറ്റ് ഇപ്പം കൂട്ടിയതാണ്. ഇത്രയും നാളും 10 രൂപക്കാണ് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ കടയിലേക്ക് കൊടുക്കുന്നവർക്ക് ഈ റേറ്റിന് കടയിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നിങ്ങളെ നാട്ടിലെ റേറ്റിന്റെ അനുസരിച്ചിട്ട് റേറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കടയിലേക്കൊന്നും സെയിൽ ചെയ്യാറില്ല, നേരിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ റേറ്റിന് തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് കൊയലപ്പൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഓള്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ പൂരി ഉണ്ടാക്കുന്നുണ്ട്. കൈകൊണ്ട് പരത്തിയിട്ടാണ് പൂരി ഉണ്ടാക്കിയത്. നല്ല വലിയ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന കണക്കത്തെ പൂരി മടി വന്നിട്ടാണ് വേഗം തീരാൻ വേണ്ടിയിട്ട് വലിയ വലിയ പൂരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓള് പിരിയാടിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ വേഗം പൂരി കൊണ്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയെന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നല്ല ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല നേർത്ത ചിപ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ 4-5 വർഷം മുന്നേ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻ്റ് ഇട്ടാൽ ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കായ് ചിപ്സ് ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചോളൂ, ഞാൻ ഇട്ടുതരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിച്ചോ. പിന്നെ ഇതാ പൂരിയും വെജിറ്റബിൾ കുറുമയൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എനിക്ക് നല്ലോണം ഇഷ്ടമായിന്. അതൊക്കെ കഴിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി ഞങ്ങൾ നേരെ ഇതാ ആക്സിഡൻറ്റ് നടന്ന വഴിയിലൂടെ വീണ്ടും ഒരു യാത്ര. കുറേ നാളായില്ലേ ഈ വഴിയൊക്കെ ഞാൻ പോയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആക്സിഡൻ്റ് ആയ സ്ഥലം മോളോട് കാട്ടിത്തരാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്തത്. പിന്നെ എനിക്കത് കാണണം തന്നെ ഭയങ്കര ഒരിത്. പക്ഷേ ഞാൻ സ്ഥലം കണ്ടപ്പോൾ ആകെ ഞെട്ടിത്തെറിച്ചു പോയി. എൻ്റെ സ്വപ്നത്തിൽ വരെ ആ സ്ഥലത്തല്ല ഞാൻ വീണിട്ടുണ്ടായത്. 2-3 മാസം മുന്നേ ഇതേ സ്ഥലത്ത് തന്നെ കത്തി അമർന്നിട്ടുണ്ടായിന് വണ്ടി. അതിൽ ആളുകൾക്കൊന്നും പരിക്കുണ്ടായിട്ടില്ല. പടന്നയിലെ ഒരു വണ്ടിയാണ് അത്. ആ സ്ഥലത്ത് തന്നെയാണ് ഞാനും വീണിട്ടുണ്ടായത്. പിന്നെ അതൊക്കെ കണ്ടപ്പം വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ആ സ്ഥലമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ആ സ്ഥലമായിരിക്കുമെന്ന്. പിന്നെ ആക്സിഡന്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടായിരുന്നു പിന്നീടത്തെ യാത്ര. 2-3 കമന്റ് വന്നിട്ടുണ്ടായിന്. കാലിന് എന്ത് പറ്റിയതുകൊണ്ടാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നതെന്ന്, കാലിൻ്റെ മുട്ട് മടങ്ങാത്തത് കൊണ്ടാണ്, പിന്നെ കാലിന് നല്ല നീരുണ്ട്, കാല് കുത്തനെ വെക്കുമ്പോൾ നീരും വേദനയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഫിസിയോതെറാപ്പി ചെയ്ത് ശരിയാക്കുന്നത്. കയ്യിൻ്റെതും ഇനി ശരിയാക്കാനുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ആക്സിഡൻ്റ് ആയ സ്ഥലം കണ്ട വലതുഭാഗത്തിൽ ആ പോസ്റ്റിൻ്റെ അടുത്താണ് ഞാൻ വീണിട്ടുണ്ടായത്. അത് നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഒന്നുകൂടി പറയുന്നത്. ഇതാ ഈ പോസ്റ്റിൻ്റെ അടുക്ക വലതുഭാഗം കാണുന്ന ആ പോസ്റ്റ് തന്നെ ഞാൻ വീണ സ്ഥലം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് പണിയൊക്കെ ചെയ്യുന്നത്. മാഷാ അല്ലാ അൽഹംദുലില്ലാ, ഞാൻ പണിയെടുക്കാനുള്ള ഒരു ഉത്സാഹം കൊണ്ടും എൻ്റെ ഈ പണി കൊണ്ടും മാത്രമാണ് ഞാൻ ഇത്ര നല്ല വൃത്തിക്ക് നടക്കുന്നതും ഇങ്ങനെ
എനിക്ക് എണീറ്റ് നടക്കാൻ വേണ്ടി പറ്റുന്നതും. കാരണം എൻ്റെ ഒരു ധൈര്യവും മനഃശക്തിയും ഒക്കെയാണ് എനിക്കിങ്ങനെ നടക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അല്ലാണ്ട് ഞാൻ പേടിച്ചിട്ടും വേദന സഹിക്കാണ്ട് നിന്നാലും ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കിടത്തത്ത് തന്നെയാകും. എനിക്കൊരു പണിയും ചെയ്യാൻ വേണ്ടി പറ്റൂല. നമ്മൾ എത്ര ഉത്സാഹിച്ച് നമ്മൾ ഓരോത്തിലേക്കും ശ്രമിക്കുന്നുവോ അങ്ങനെ നമുക്ക് എല്ലാം എളുപ്പമായി തരും. അതിനു വേണ്ടിയിട്ടും തന്നെയാണ് ഞാൻ പ്രയത്നിക്കുന്നതും. ഞാൻ പഴയ പോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. എനിക്ക് വേദന ഇല്ലായിട്ടോ ഒന്നുമല്ല, എല്ലാം സഹിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പടച്ചറബ് എല്ലാവിധ ആപത്ത് മുസീബത്തിൽ നിന്നും എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അപകടമരണത്തെ തൊട്ടും അപകടങ്ങളെ തൊട്ടും എല്ലാവരെയും പടച്ചറബ് കാത്തു രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയെന്ന്. കുറേ നാളത്തേക്കാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുത്തിട്ട് തോന്നുമ്പം വരുന്നതല്ലേ. ഇപ്പോൾ കുറേ നാളായി കെട്ടിയിട്ട പോലെയാണ്. ഇപ്പോഴും എനിക്ക് വണ്ടി എടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കൈയിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന തോന്നില്ല വേഗമൊന്നും. അങ്ങനെ ഇതാ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടേക്ക് എത്തുമ്പോഴേക്കും ലോഹർ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിനി. പോയപാട് ഇതാ ഒരു ഗ്ലാസ് ഹോർലിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും മോളും അതൊക്കെ കുടിക്കുകയെന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.